ഹേ എവ്രി വൺ വെൽക്കം ടു മൈ ഡേ 4 ഇൻ ഒമാൻ. ദേ അങ്ങനെ ഫാം ഹൗസിൻ്റെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് രാവിലെ ഇറങ്ങി. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ ഈവനിങ് നമ്മൾ പുറത്തു പോയി. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ എൻ്റെ ഒപ്പം 10th പഠിച്ചതാണ്. ഞങ്ങളൊരു 8 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ഇവനിവിടെ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സോഹാറിൻ്റെ അടുത്ത് ഒരു വാദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഫുള്ള് മൗണ്ടൻസ് ആണ്. പൊതുവേ എനിക്ക് GCC എക്സ്പീരിയൻസ് ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ. അങ്ങനത്തെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. വാദി ഹിബി എന്ന് പറഞ്ഞ വാദിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ വണ്ടി ഇട്ടിട്ട് കുറച്ചൊന്ന് നടക്കാനുണ്ട്. ഒരു 100 മീറ്റേഴ്സ് നടന്നു കഴിഞ്ഞാൽ തന്നെ വെള്ളം കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒമാനിലായാലും ഈ GCC കൺട്രീസിലൊക്കെ ഈ വാദീസ് ഒക്കെ ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. കാരണം വെള്ളം കുറവായതുകൊണ്ട് ഇങ്ങനത്തെ വാദീസാണ് കൂടുതലും ടൂറിസ്റ്റുകൾ പ്രിഫർ ചെയ്യുക. അങ്ങനത്തെ ഞങ്ങൾ അവിടെ എത്തി. ഒരു ചെറിയ വാദിയാണ് കേട്ടോ. ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നാമത് സമ്മർ ആയതുകൊണ്ട് ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. കുറച്ച് പോർഷൻസിൽ മാത്രമേ വെള്ളമുള്ളൂ. ദേ അവിടെ ചെന്നിട്ട് വെള്ളത്തിൽ കാലിട്ടിരുന്നപ്പോൾ എനിക്ക് ഫ്രീ മസാജും കിട്ടി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ എവിടെ ചെന്നാലും മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അന്ന് അവിടെ ഒരു മലയാളി ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം കുളിച്ചു. ഈ വാതിൽക്ക് അത്യാവശ്യം എനിക്ക് ലോങ് ജേണി ആയിരുന്നു. കാരണം സോഹാർ അത്യാവശ്യം ദൂരെയാണ് മസ്കറ്റിൽ നിന്ന്. കുളിയും സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരം ഇരുട്ടി തുടങ്ങിയായിരുന്നു. ഇത് അത്യാവശ്യം ക്രൗഡ് ഇല്ലാത്തൊരു വാദിയാണ്. കാരണം അത്ര ഫേമസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ആകെ കുറച്ച് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അവിടുന്ന് നേരെ പിരിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ഇവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സി യാ.